ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് സീരീസ് LCR സർക്യൂട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഒരു AC കറണ്ട് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലൂടെ പാസ് ചെയ്താൽ പോകുന്ന കറണ്ട് എങ്ങനെയാണ്, അവിടെ അതിൻ്റെ ഫേസർ ഡയഗ്രാം വരച്ചു, നമ്മളതിൻ്റെ ഗ്രാഫ് വരച്ച് പഠിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മൂന്ന് സർക്യൂട്ടും കൂടെ ഒറ്റ ഇതിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇൻഡക്റ്ററും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് ഒരു AC സർക്യൂട്ടിൽ ഘടിപ്പിച്ചാൽ കിട്ടുന്ന കറണ്ടും അവിടുത്തെ റെസിസ്റ്റൻസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നമുക്കതെങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കടാ, ഈ ചിത്രത്തിൽ ഇതൊരു ഇൻഡക്ടറാണ്, ഇതൊരു കപ്പാസിറ്ററാണ്, ഇതൊരു റെസിസ്റ്ററാണ്. ഇവിടെ AC വോൾട്ടേജ് V=V0 sin ωt എന്ന് പറയുന്ന ഒരു AC വോൾട്ടേജ് ഈ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കറണ്ട് സെയിം ആയിരിക്കും അല്ലേ? പക്ഷേ ഇതിനിടയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് VL എന്നും, അതുപോലെ തന്നെ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് VC എന്നും, റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് VR എന്ന് കൊടുക്കാം. നമ്മുടെ ക്രിച്ച്ഓഫ് ലോ അനുസരിച്ച് ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ V= എന്തായിരിക്കും, VL പ്ലസ് VC പ്ലസ് VR ആയിരിക്കും, ശരിയാണല്ലോ? അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സമ്മായിരിക്കും VC പ്ലസ് VL പ്ലസ് VR ആയിരിക്കും. ഇനി നമുക്കവിടെ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, V= സെയിം തന്നെയാണ്, V0 sin ωt, ശരിയല്ലേ? അവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, I=I0 sin ωt മൈനസ് 90. അതായത് കറണ്ട് എത്ര ഡിഗ്രി ലാഗ് ചെയ്യുന്നു, 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അവിടെ കറണ്ട് I എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു, വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ ആയിരുന്നത്. ഇനി അതുകൊണ്ട് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് അവിടെ എന്താ കിട്ടിയത്, കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ അവിടെ V സെയിം തന്നെയാണ് എല്ലായിടത്തും, V=V0 sin ωt. അതുപോലെ Iയുടെ ഇക്വേഷൻ എന്തായിരുന്നു, I0 sin ωt പ്ലസ് 90. അതായത് ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു, കറണ്ട് എന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു 90 ഡിഗ്രി. ഇതായിരുന്നു ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ. റെസിസ്റ്റീവ് സർക്യൂട്ടിലായപ്പോൾ രണ്ട് സെയിം ആണ്. രണ്ടിൻ്റെ ഇക്വേഷൻ V=V0 sin ωt, I=I0 sin ωt. രണ്ടിൻ്റെ ഫേസ് ആംഗിൾ സെയിം ആണ്, വോൾട്ടേജ് കറണ്ട് സെയിം ഡയറക്ഷൻ. അങ്ങനെ നമുക്കിതൊന്ന് ഗ്രാഫിക്കലായിട്ടൊന്ന് വരച്ച് നോക്കാം. ഈ ഫേസർ ഡയഗ്രാം ഒന്ന് ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും, VR. ഇവിടെ കറണ്ട് എന്തായിരിക്കും, സെയിം ആണ്, കറണ്ട് വോൾട്ടേജ് സെയിം ഡയറക്ഷൻ. ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. അതായത് 90 ഡിഗ്രി ഇവിടെ എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്തു, വോൾട്ടേജ് VC ലാഗ് ചെയ്യുന്നു. അതുപോലെ റെസിസ്റ്റീവ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാകുമ്പോൾ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് മുകളിലോട്ട് വരച്ചു 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കടാ, നമുക്ക് ഇവിടെ ഒരു ചെറിയ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ആണ്. VL ആണ് ആരെക്കാളും വലുത്, VCയെക്കാളും വലുത്. അതായത് VL വോൾട്ടേജ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ലീഡ് ചെയ്യും, ശരിയല്ല? അപ്പോഴും വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ VL മൈനസ് VC ആയിരിക്കും. ഓക്കെ, VL മൈനസ് VC ആയിരിക്കും. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ VL മൈനസ് VC ആയിരിക്കും. നമുക്കിവിടുത്തെ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ടോട്ടൽ നെറ്റ് വോൾട്ടേജ് കണ്ടുപിടിച്ച് നോക്കാം. നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 5 ഡിഗ്രി, ഫേസ് ആംഗിൾ ഇവിടെ ഉണ്ടാകുന്ന 5 ആണെങ്കിൽ അപ്പോൾ ഇതായിരിക്കും നെറ്റ് വോൾട്ടേജ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് VL മൈനസ് VC ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലായിട്ട് VL മൈനസ് VC ആയിരിക്കും ഈ കൺസെപ്റ്റ് അനുസരിച്ച്. ഇവിടെ താഴത്തെ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, VR, റെസിസ്റ്റീവ് വോൾട്ടേജ്. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V= ബേസ് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, ശരിയല്ലേ? ഇനി ഒരു ചെറിയ കൺസെപ്റ്റ് ഇവിടെ നോക്കി. V എന്ന് പറഞ്ഞാൽ IR ആണ്, V= എന്താണ്, IR ആണ്. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ VL എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, I ഇൻറ്റു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് XL, I ഇൻറ്റു XLും. VC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, I ഇൻറ്റു XR ആയിരിക്കും, XC ആയിരിക്കും. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, Vക്ക് പകരം എന്ത് കൊടുക്കാം, IR എന്ന് കൊടുക്കാം. Vക്ക് പകരം IR എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ
വി ആറിന് പകരം എന്ത് കൊടുക്കാം, അകത്തും ഐ ആർ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഐ ഇൻറ്റു എക്സ് എൽ മൈനസ് ഐ ഇൻറ്റു എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, റൂട്ട് ഒരുമിച്ചാണ്, ഐ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഐനെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വരും, ഐ ആറ് ഇവിടെ വെളിയിലെടുത്തു, സ്ക്വയർ വെളിയിൽ വരുമ്പോൾ എന്താവും, സ്ക്വയർ പോയി വെളിയിലെടുത്തു. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റിനകത്ത് എന്തോടും, ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. കൺസെപ്റ്റ് ഒക്കെ ആണല്ലോ. ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആറിനെ നമ്മളിവിടെ എടുക്കുന്ന വാല്യൂ ഇസഡ് എന്നാണ്. ഓക്കെ, ആറിനെ നമ്മൾ എടുക്കുന്ന വാല്യൂ ഇസഡ്. ഇസഡ് ഇസ് ഈക്വൽ ടു എന്താന്ന് കിട്ടും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഈ ഇസഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. ഓക്കെ, ഇംപിഡൻസ് ഓഫ് ദി എൽ സി ആർ സർക്യൂട്ട്. അതായത് ഒരു എൽ സി ആർ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇസഡ്. അപ്പോൾ ഇക്വേഷൻ വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്തത് ഇതാണ്. വി ഇസ് ഈക്വൽ ടു, വി കിട്ടുന്നത് എന്താണ്, വി ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഇതിനെല്ലാത്തിനും എന്ത് കൊടുത്തു, വാല്യൂ കൊടുത്തു. വിക്ക് പകരം ഐ ആറും വി ആർ സ്ക്വയറിന് പകരം ഐ ആർ ദ ഹോൾ സ്ക്വയറും, അതുപോലെ തന്നെ വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയറിന് പകരം എന്ത് കൊടുത്തു, ഐ ഇൻറ്റു എക്സ് എൽ മൈനസ് ഐ ഇൻറ്റു എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇതെല്ലായിടത്തു നിന്ന് ഐ പുറത്തെടുത്തു, വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് നമുക്ക് കിട്ടി. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എല്ലിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, എൽ ഒമേഗ. എൽ ഒമേഗ മൈനസ് എക്സ് സിയുടെ വാല്യൂ അറിയാം, 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇക്വേഷനൊക്കെ ആവശ്യമുണ്ട്. ഒരു ഇക്വേഷൻ ഇതാണ്, ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. മറ്റേ ഇക്വേഷൻ ഇതാണ്, ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റിനകത്ത് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. ഇസഡിൻ്റെ പറയുന്ന പേരാണ് ഇംപിഡൻസ്, അല്ലെങ്കിൽ എൽ സി ആർ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിനെ നമ്മൾ എടുക്കുന്നത് ഇംപിഡൻസ് ആണ്. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്കൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ, ഇത് വോൾട്ടേജിൻ്റെ ട്രയാങ്കിളാണ്. നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇംപിഡൻസ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ശരിയല്ലേ? റെസിസ്റ്റൻസിൻ്റെ ടേമിൽ നമ്മളിതിനെ നോട്ടിഫൈ ചെയ്യുന്നതിനാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ആംഗിൾ ഫൈ ആണ്. ഓക്കെ, താഴത്തെ വോൾട്ടേജ് റെസിസ്റ്റൻസ് ആറാണ്. ഇതെന്തായിരിക്കും, എക്സ് എൽ മൈനസ് എക്സ് സിയും ഇതെന്തായിരിക്കും, ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ആയിരിക്കും. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഈ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡയറക്ഷൻ അല്ലെങ്കിൽ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടാൻ ഫൈ എടുത്താൽ മതി. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. അപ്പോൾ ടാൻ ഫൈ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കുന്നത് കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടെ അഡ്ജസെൻറ്റ് ആറാണ്, ആർ ബൈ ഇസഡ്. ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ടാൻ ഫൈ, പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കുന്നത് കോസ് ഫൈ ആണ്. ഓക്കെ, ഇത്രയാണ് ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൽ വരുന്ന ഇക്വേഷൻസ്. ഇനി അടുത്ത് നമ്മളൊരു ചെറിയ കാര്യം കൂടെ പറയാണ്, റെസൊണൻസ്. ഓക്കെ, റെസൊണൻസ്. അപ്പോൾ നമ്മളൊരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ കിട്ടിയത്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇവിടെ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എക്സ് എല്ലും എക്സ് സിയും എന്താണ്, ഈക്വൽ ആണ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിട്ട് പോകും, 0 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു എന്തൊരു, റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് വരും, സ്ക്വയർ റൂട്ടും വെട്ടിപ്പോവും. ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, ആർ എന്ന് കിട്ടും. അതായത് ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അതിൻ്റെ റെസിസ്റ്റൻസിന് ഈക്വൽ ആണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി എഴുതാം. എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി എന്നല്ലേ. എക്സ് എല്ലിൻ്റെ വാല്യൂ എന്താണ്, എൽ ഒമേഗ അല്ലേടാ. എക്സ് സിയുടെ വാല്യൂ എന്താണ്, 1/c ഒമേഗ അല്ലേ. കൺസെപ്റ്റ് ഓക്കെ ആണോ? ഇവിടെ നിന്ന് ഒമേഗ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും, ഒമേഗ സ്ക്വയർ ആവും. എല്ലാം അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/LC ആവും. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, റൂട്ട് ആവും. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു, 1/√LC. കൺസെപ്റ്റ് ഓക്കെ ആണോ?
ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πf. അപ്പോൾ നമുക്ക് എഴുതാം 2πf is equal to 1/√LC. 2πf is equal to എന്താണ് പറഞ്ഞത്? 1/√LC. ഇതിൽ നിന്ന് f is equal to എഴുതാം. ഈ 2π ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ എന്തൊരു 1/2π ഇൻറ്റു √LC. ഈ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ ഇത്ര ഇക്വേഷൻസ് നോക്കി. ഒരു LCR സർക്യൂട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഫിഗർ, അത് വെച്ചിട്ട് എന്താണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാത്തിൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ലീഡ് ചെയ്യും, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ലാഗ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ VL ആയിരിക്കും വലുത്. അപ്പോൾ ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VL മൈനസ് VC. അത് വെച്ച് പൈതഗോറസ് തിയറത്തിൽ കൊടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? Z ഓഫ് ദി സർക്യൂട്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന സമയത്ത് V is equal to IR എന്ന് വരെ V is equal to IZ എന്ന് എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഡെറിവേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസെപ്റ്റാണ് ഈ സീരീസ് LCR സർക്യൂട്ടിൽ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ.